വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും നമ്മുടെ സ്മാർട്ട് ബോയ് 2.0 നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ ഗൈസ്, ഓക്കെ നമ്മുടെ സിറ്റിയിൽ ഫ്രാങ്ക്ലിൻ്റെ വീട് വന്നിരിക്കുകയാണ് ഗൈസ്. ഒക്കെ നമ്മുടെ GTA 5 ഫ്രാങ്ക്ലിൻ്റെ വീട് അങ്ങനെ നമ്മുടെ സിറ്റിയിലും വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ റിയൽ GTA 5 വീട് പോലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ആ വീട് പോലെയൊക്കെ തന്നെയാണ് ഗൈസ്. ഒക്കെ നമ്മുടെ ഈ ഒരു മോഡ് ക്രിയേറ്റർ മോഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൈസ്, നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്ന് പറയുന്ന ഗെയിമിൽ വന്നിരിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഗൈസ്. ഒക്കെ നമ്മുടെ G-Wagon, ഒക്കെ നമ്മുടെ G-Wagonൻ്റെ ചീറ്റ് കോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ 6666 ആണ് ഗൈസ്. ഒക്കെ നമ്മുടെ ചീറ്റ് കോഡ്. അതുപോലെ നമ്മുടെ റേഞ്ച് റോവർ മാറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമ്മുടെ റേഞ്ച് റോവറിൻ്റെ ചീറ്റ് കോഡായിരുന്നു ഈ 6666. അപ്പോൾ ആ ഒരു ചീറ്റ് കോഡ് മാറി ഇപ്പോൾ നമ്മൾ G-Wagon ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു G-Wagon എടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഓക്കെ പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഒക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് വെച്ചിരിക്കുന്ന ചെറിയൊരു ലോസ് ആൻജലസ് പോലെയൊരു സംഭവം ബിൽഡ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു സിറ്റി. ചെറുതായിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റിയിലാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് വന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകാം ഗൈസ്. ഓക്കെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ സിറ്റി മൊത്തം ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏതായാലും ഇവിടെ ചെറിയ വളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു സൈഡിലാണ് ഗൈസ്. ഒക്കെ നമ്മുടെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഓക്കെ ഈ ഒരു വഴി ഒന്ന് മുട്ടാൻ പോകുന്നത്, അതായത് നമ്മുടെ ഈ ഒരു വഴി ജോയിൻ ചെയ്യുന്നത് നമ്മുടെ പെട്രോൾ പമ്പിൽ എവിടെയാണ് ഗൈസ്. ഓക്കെ കണ്ടോ, നമ്മുടെ പെട്രോൾ പമ്പിൽ എവിടെയാണ് ഗൈസ്. ഓക്കെ ഇത് വേറെ ഒരു വഴി നമുക്ക് എക്സ്ട്രാ ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വഴിയിൽ കുറച്ച് പെർഫെക്ഷൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കണ്ടോ സൈഡിലോട്ടാണ് നമ്മുടെ ഈ ഒരു വഴി വന്നിരിക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഒക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടാണ് ഇതിലെ മെയിൻ സംഭവം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു വീട്ടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ ഏതായാലും നിങ്ങൾ ഈ ഒരു സിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, വലിയ കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റ് അടിച്ചു, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് ഗൈസ്. ഓക്കെ ഈ ഒരു സൈഡിൽ കാണുന്ന വീടാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ഷെഡിലോട്ട് കയറ്റി വെക്കാം നമ്മുടെ വണ്ടി ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഷെഡിലോട്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒക്കെ നിങ്ങൾക്ക് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകാം. ഇതൊക്കെ ഇങ്ങോട്ട് പോയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വ്യൂ. ഇതൊക്കെ നമ്മുടെ റിയൽ ഫ്രാങ്ക്ലിൻ്റെ, അതായത് നമ്മുടെ GTA 5 ആ ഒരു വീടും ഈ ഒരു വീട് നമ്മൾ വെച്ച് നോക്കിയാൽ അത്യാവശ്യം, അതായത് ഏകദേശം ആ ഒരു വീടൊക്കെ പോലെ തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ പിന്നെ ഗൈസ്, നമ്മൾ അകത്തോട്ട് കയറി വരുന്നത് നമ്മൾക്ക് കുറേ വാതിലുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു നടുക്കത്തെ വാതിലൂടെ കയറി വന്നപ്പോൾ ഗൈസ് ഇവിടെ ഒരു പച്ച കളർ പുല്ലിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ അതുപോലെ തന്നെ ഗൈസ്, ഒക്കെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞുമ്പോൾ ഒരു വലിയ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് താഴോട്ട് പോകുന്നൊരു വഴിയുണ്ട്, നമുക്കത് അകത്തൂടെ പോകാം ഗൈസ്. ഓക്കെ ആ ഒരു വഴി പോകണ്ട, നമുക്ക് അകത്തൂടെ പോകാം ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഫ്ലോറിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഗൈസ്. ഒക്കെ ഇവിടെ ചെയറാന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി കഴിയുമ്പോൾ ഓക്കെ കയറി കഴിയുമ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആണ് ഗൈസ്. ഓക്കെ ഇതുവഴി ഗൈസ് നമുക്ക് പിന്നെ പുറത്തോട്ട് ഇറങ്ങാം. അതായത് നമ്മൾ കയറിയത് ഈ ഒരു വഴിയാണ്, പക്ഷെ നമ്മൾ ഇറങ്ങിയത് ആ ഒരു വഴിയാണ് ഗൈസ്. ഓക്കെ അതായത് നമുക്കിനി താഴത്തെ ഫ്ലോറിലോട്ടൊക്കെ പോകണം ഗൈസ്. ഓക്കെ അവിടെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു വഴി ഇറങ്ങി വരുമ്പോൾ ഗൈസ് ഇവിടെയും കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇങ്ങോട്ട് കയറി പോകാം നമുക്ക്. ഇവിടെ എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് ഇവിടെ ഒരു ടേബിളും കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെയാണ്. ഓക്കെ ഗൈസ് പിന്നെ ഭിത്തിയിലൊക്കെ അത്യാവശ്യം നല്ല കിടലും ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് താഴോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ അങ്ങോട്ട് നേരെ ഓടി പോവാം. ഓക്കെ ആ ഒരു സൈഡിൽ എന്തോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു മോഡിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വേണമെങ്കിൽ ഓക്കെ ആ ഒരു മോഡിൻ്റെ ലിങ്ക് നിങ്ങളെടുത്ത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു മോഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിലായിട്ടായിരിക്കും ഗൈസ്. ഓക്കെ ഈ ഒരു സിറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് ഗൈസ്. ഇപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല ഗൈസ്. ഓക്കെ ഇവിടെ സൈഡിലുള്ള മരവും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. പിന്നെ കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏതായാലും നമുക്കിനി താഴോട്ട് പോകണം. ഓക്കെ താഴത്തെ ഫ്ലോർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് നമുക്ക് താഴെയൊക്കെ ഏകദേശം കാണാൻ പറ്റും ഗൈസ്. ഓക്കെ എന്നാലും വലിയ സീനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അത്യാവശ്യം നല്ല റിയലിസ്റ്റിക് പോലെയൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ അവർ ഇവിടെ ചെറിയൊരു മരവും പിന്നെ ഗ്രാസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാളൊക്കെ ആയപ്പോലും അത്യാവശ്യം നല്ല കിടിലോട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ പിന്നെ റൂഫ് ആയപ്പോലും അത്യാവശ്യം നല്ല സെറ്റപ്പ് ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ
ഓ ഇവിടെ ഞാൻ കാണിച്ചായിരുന്നല്ലേ ഗീസ്. ഇവിടെ കുറേ വഴി കണ്ടുകൊണ്ട് നമുക്ക് ഏതാണെന്ന് കൺഫ്യൂഷൻ ഉണ്ട് ഗീസ്. ഓക്കെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും അങ്ങോട്ട് കയറി പോയത് ഗീസ്. ഇപ്പോൾ നമുക്കിനി താഴോട്ട് പോകാം ഗീസ്. ഓക്കെ ഈ ഒരു വഴി നമുക്ക് താഴോട്ട് ഇറങ്ങാം. പിന്നെ നമ്മൾ ആ കയറി എവിടത്തുനിന്ന് ഒരു വഴിയുണ്ട് താഴോട്ട് പോകാൻ. ഓക്കെ നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു വഴി ഇറങ്ങി പോവാം. ഓക്കെ ഗീസ് ഇപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണം. ഓ ഇവിടുന്ന് ഇങ്ങോട്ട് വഴിയില്ലേ? ഓ ഗീസ് നല്ല കുത്തനെ ഇറക്കണം ഗീസ്. ഓക്കെ ഇവിടെ അതാണ് ഞാൻ കണ്ടില്ല ഗീസ്. പെട്ടെന്ന് നോക്കുമ്പോൾ വഴി കണ്ടില്ല. ഓക്കെ ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റെപ്പിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് പോയി നോക്കാം ആദ്യം. ഓക്കെ ഇതിപ്പോൾ ഏതായാലും ഇവിടെ അത്യാവശ്യം നല്ല സീക്രട്ട് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ് ഗീസ്. ഇവിടെ എന്തുകൊണ്ട് നമുക്ക് ഒളിപ്പിച്ച് കാര്യങ്ങളൊക്കെ വെക്കാം. വലിയ അത്യാവശ്യം നല്ല കിടിലൊരു ഏരിയ തന്നെയാണ്. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണെങ്കിൽ അവിടെ ഇതൊന്നും ഓക്കെ. പിന്നെ ഗീസ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഗീസ് ഇവിടെ നമ്മുടെ റിയൽ വീട്ടിലൊക്കെ ഉള്ളവർ തന്നെ വലിയൊരു വഴി വേ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ കാണാം 2-3 ഡോറാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു ഗീസ്. ഓക്കെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഡോർ തുറക്കാനൊന്നും പറ്റത്തില്ല. ഡോറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഡോറല്ല പക്ഷേ ഇത്. നമുക്കൊരു കാര്യം ചെയ്ത് നോക്കാം. നമുക്കൊരു RPG എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ പറ്റുമോ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഗീസ്. ഓക്കെ ഇതിപ്പോൾ ഞാനൊരു RPG എടുത്തിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഈ ഒരു ഡോറിൻ്റെ വെടി വെച്ച് നോക്കാം. പൊട്ടിക്കാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ അടിച്ച് നോക്കാം ഗീസ്. ഓക്കെ ഗീസ് ഇപ്പോൾ നമ്മുടെ RPG എടുത്ത് നമ്മൾ നോക്കിയിട്ടൊന്നും ഡോറ് പൊട്ടത്തില്ല. ഓക്കെ ഇതിപ്പോൾ നേരെ നമുക്കിനി നേരെ അകത്തോട്ട് കയറിപ്പോ. ഓക്കെ ഗീസ് ഇതാണ് നമ്മുടെ ഡൗൺ ഫ്ലോർ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബെഡ്റൂം ഗീസ്. ഓക്കെ ഇതാണ് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചെറിയ മിററും കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷെ മിററല്ല. പിന്നെ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ഇതിപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതുവഴി നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു സൈഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയൊക്കെ വലിയ സംഭവം ചെയ്യണോ നോക്കാം. ഓക്കെ സോ ഇവിടെയൊക്കെ നമ്മളെ പ്ലെയിൻ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ നമ്മുടെ ഗ്രാസും കൊണ്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ അത്യാവശ്യം നല്ല കിടിലായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെയൊക്കെ നമ്മുടെ ഈ ഒരു റൗണ്ടിലുള്ള 4 കളറിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ചെറുതായിട്ട് റൂഫും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ നമ്മുടെ മെയിൻ സാധനമാണ് ഗൈസ്. ഒക്കെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ നമുക്ക് നീന്താൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ പല വീട്ടിലും നമുക്ക് ഇങ്ങനെ നീന്താനൊന്നും പറ്റത്തില്ല ഗൈസ്. ഒക്കെ നമ്മുടെ പഴയ വീട്ടിലൊന്നും നമുക്ക് നീന്താൻ പറ്റത്തില്ല നമ്മുടെ. ഓക്കെ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ അടിവശം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ബില്ലിങ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് നടന്ന് കയറാം പതിയെ. ഇപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നീന്താനൊക്കെ അത്യാവശ്യം നല്ല കിടിലായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ സ്വിമ്മിംഗ് പൂൾ വിഷയം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ് പിന്നെ നമുക്ക് ഇനി പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ ഇതുവഴി ചേടി ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ നമ്മൾ ചെറുതായിട്ടൊന്ന് തലയിടിച്ച് വീണു. നമുക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല, അതാണ് വിഷയം പറ്റിയത്. നമ്മൾ പ്രൊഫഷണൽ ആണ്, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രൊഫഷണൽ അല്ല ഗൈസ്. നമ്മൾ ഗൈസ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ കാണാം നമ്മുടെ ചോപ്പിൻ്റെ വീട്. ചോപ്പിൻ്റെ കൂടാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ ഗൈസ് അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കിടിലായിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വെള്ളമല്ല കേട്ടോ, ഇത് വെള്ളമല്ല. നമുക്ക് ഇതിന് മണ്ടേ കൂടെ ചവിട്ടി നടക്കാൻ പറ്റും. ഓ യാ ഗൈസ് ഇത് വെള്ളമല്ല. പിന്നെ ഗൈസ് ഇതിലേക്കൂടെ നോക്കുകയാണെങ്കിൽ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സീക്രട്ട് വഴി കണ്ടോ, നമുക്ക് ഇതിലേക്കൂടെ ഇറങ്ങാൻ പറ്റും. ഓക്കെ ഇതിപ്പോൾ ഈ ഒരു വഴി നമുക്ക് ഇറങ്ങാനും പറ്റും കയറാനും പറ്റും. ഓക്കെ ഇതൊരു സീക്രട്ട് വഴിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ഫ്രാങ്ക്ലിൻ്റെ വീടിൻ്റെ ആകും. ഓക്കെ ഇതിപ്പോൾ ഏകദേശം നമ്മുടെ റിയൽ ആ ഒരു വീടൊക്കെ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ കണ്ട ഈ ഒരു വഴി കണ്ടോ, ഓർമ്മയുണ്ടോ? ഓക്കെ ഇതിപ്പോൾ ആ ഒരു വഴിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ആരും കാര്യങ്ങളൊക്കെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് താഴോട്ട് വീണു. ഓക്കെ അപ്പോൾ നമ്മൾ മണ്ടയിൽ എത്തിയിട്ടുണ്ട് ഗീസൊക്കെ, നമ്മുടെ വീടിൻ്റെ മണ്ടയിൽ. നമുക്ക് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ലുക്ക് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗീസൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കും നമ്മുടെ റിയൽ ഫ്രാങ്ക്ലിൻ്റെ വീട് പോലെ തന്നെയാണോ എന്ന്. ഓ ബൈ ദ വേ ഗീസ് നമ്മൾ വീടിൻ്റെ മണ്ടേ കയറിയില്ല ഗീസൊക്കെ. നമ്മുടെ മണ്ട വശം കാണിച്ചു തരാം. നമുക്ക് ഇതുവരെ വലിഞ്ഞ് കയറാം ഗീസൊക്കെ നമ്മുടെ മണ്ടയിലോട്ട്. ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വഴി വലിഞ്ഞ് കയറാം. ഓക്കെ ഇതിപ്പോൾ നമ്മളങ്ങനെ കയറിയിട്ടുണ്ട് മണ്ടയിൽ ഗീസൊക്കെ. ഇതൊക്കെയാണ് നമ്മുടെ മണ്ടയിലെ അവസ്ഥ. ഞാൻ പെട്ടെന്നൊന്ന് ഓടി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഗീസൊക്കെ ഈ ഒരു മണ്ടയിലത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ഇവിടെ മൊത്തം ഫ്ലാറ്റ് സർഫേസാണ്. ഇതിപ്പോൾ ഏതായാലും നമുക്ക് അത്യാവശ്യം ഒരു 10-15 ഹെലികോപ്റ്ററൊക്കെ നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീസൊക്കെ. നല്ലൊരു ഹെലികോപ്റ്ററിനൊക്കെ നിർത്താൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു റൂഫിൽ. ഓക്കെ ഇതിപ്പോൾ ഏതായാലും നമുക്കിനി താഴോട്ട് പോകാം. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു ടോപ്പ് ഫ്ലോർ. ഓക്കെ ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മുടെ ജീവകനും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ് ഇപ്പോൾ ഏതായാലും ഈ ഒരു വീട് എങ്ങനെയുണ്ടോ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേരെ ഗൈസ്. ഓക്കെ പിന്നെ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്തേരെ ഗൈസ്. ഓക്കെ പിന്നെ ഗൈസ് നമ്മുടെ കമൻസ് ഒക്കെ കുറവാണിപ്പം, പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ ഗൈസ്. ഓക്കെ ഗൈസ് ഇപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെൽ ഐക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം ഗൈസ്. ബൈ.